നമസ്കാരം. ഞാൻ ബോസ്കോ കളമശ്ശേരി. ഞാനേ ഇന്നത്തെ എൻ്റെ പരിപാടി അയ്യമ്പുഴ പഞ്ചായത്തിൻ്റെ ഏഴാറ്റുമുഖം ഭാഗത്തുള്ള അല്ലെങ്കിൽ ഏഴാറ്റുമുഖം പ്രദേശ പരിസരങ്ങളിൽ അയ്യമ്പുഴ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും ആന ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിന് നാട്ടുകാരെ കൂട്ടി മാസ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ആ മാസ് പെറ്റീഷൻ ഒപ്പിട്ട് ശേഖരിച്ചു. ആ മാസ് പെറ്റീഷൻ DFOയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്ന വഴിയിലാണ്. എന്തായാലും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ പോയാലോ? പോകുന്ന വഴിക്ക് പറഞ്ഞു തരാം. ഏകദേശം അയ്യമ്പുഴ പഞ്ചായത്തിൻ്റെ 13-ാം വാർഡിൽ ആന ഇറങ്ങാൻ തുടങ്ങിയിട്ട് 13 വർഷത്തിന് അടുത്തായിട്ടുള്ളൂ. ആദ്യമായി അവിടെ ആന വന്നപ്പോൾ ആ നാട്ടിൽ ആ പള്ളിയിൽ ഒരു അടിയന്തര യോഗം വിളിക്കുകയും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി തീരുമാനമെടുക്കുകയൊക്കെ ചെയ്തു. പിന്നീട് വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ വേനൽ സമയത്ത് കാട്ടിൽ ആനകൾക്ക് ഭക്ഷണം കിട്ടാതെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ ആന ഈ പ്രദേശത്തേക്ക് ഇറങ്ങാറുണ്ടായിരുന്നു. അതും അപൂർവങ്ങളിൽ അപൂർവം വന്നു, വല്ലപ്പോഴും ഒന്ന് വന്നു എന്ന് പറയുന്നതല്ലാതെ സ്ഥിരമായി ഒരാനയുടെ പ്രസൻസ് ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ പ്രദേശങ്ങളിൽ എറണാകുളത്തും മറ്റ് പലയിടത്തുള്ള പല ആളുകളും സ്ഥലങ്ങളും വീടും ഒക്കെ മേടിച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും മേടിച്ചു, ഞാനും പണിതു ഒരു വീട്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് സ്ഥിരം ആനയുടെ സാന്നിധ്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ആനയുടെ വിഷയത്തിലേക്ക് തുടങ്ങുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിയിലെ സ്ട്രീറ്റ് ലൈറ്റ് ഇടണം എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു പ്രശ്നമാണ്. പഞ്ചായത്ത് രാജ് ആക്ടിലെ 136(1)B പ്രകാരം പഞ്ചായത്തിൻ്റെ നിർബന്ധിത ബാധ്യതയാണെന്നും അതുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഇടണമെന്നും പറഞ്ഞപ്പോൾ അതിദാരിദ്ര്യവും മറ്റും പറഞ്ഞു ജനപ്രതിനിധികൾ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാതെ വന്നപ്പോഴുമാണ് ഞാൻ അതിൻ്റെ പുറത്ത് ഇവിടെ നിന്ന് പരിപാടികൾ നടത്തിയത്. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ആന ഇറങ്ങുന്നതിൻ്റെ കാരണം തേടിപ്പോയത്. അപ്പോഴാണ് മനസ്സിലായത് 2024 അയ്യമ്പുഴ റേഞ്ച് ഓഫീസർ മേലധികാരികൾക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഏഴാറ്റുമുഖം ഭാഗത്ത് എണ്ണപ്പനത്തോട്ടത്തിനും റബ്ബർ കൃഷിക്കുമായിട്ട് 1970 പാട്ടത്തിന് കൊടുത്ത സ്ഥലം 50 വർഷത്തേക്ക് പാട്ടത്തിന് കൊടുത്ത സ്ഥലത്തിൻ്റെ കാലാവധി നിലവിൽ കഴിഞ്ഞു. ഇതിൽ നിയമവിരുദ്ധമായി പൈനാപ്പിൾ കൃഷി ഉൾപ്പെടെ നടത്തുന്നത്, അതിനെ ഫെൻസിങ് അടക്കമുള്ള സംരക്ഷണ ഭിത്തികൾ കെട്ടുന്നതും കൊണ്ട് ഇതിൽ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ കെട്ടുന്നതിനെ തുടർന്ന് ആനയ്ക്ക് വെള്ളം കുടിക്കുന്നതിനോ ഭക്ഷണം തേടുന്നതിനോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നും അതുകൊണ്ട് നിയമവിരുദ്ധമായി ഫെൻസിങ് ഇട്ടിരിക്കുന്ന ആ ഫെൻസിങ് മാറ്റണമെന്നും പൈനാപ്പിൾ കൃഷി ചെയ്യുന്നത് നിർത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് 2024 ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ മേലധികാരികൾക്ക് കത്ത് കൊടുത്തു. ഈ കത്തിൽ യാതൊരു നടപടികളും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, പൈനാപ്പിൾ കൃഷിക്ക് വേണ്ടി പാട്ടക്കാലാവധി കഴിഞ്ഞ ആ സ്ഥലത്ത് ഇപ്പോഴും കൃഷി തകൃതിയായി നടക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ആനയുടെ നെറ്റിക്ക് തുമ്പിക്കൈക്ക് 2 തുള വീണ ആനകൾ ഇപ്പോഴും അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിനെക്കുറിച്ച് ഇവരാരും യാതൊരു അക്ഷരവും ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നതാണ് വാസ്തവം. ഫോറസ്റ്റ് റേഞ്ചോ ബാക്കിയുള്ളവരോ ആരും ഇതേവരെ ഒന്നും പറഞ്ഞിട്ടില്ല.
പക്ഷെ നടപടി എടുത്തിട്ടുമില്ല. എനിക്കെന്തായാലും ആന ഇറങ്ങുന്ന വിഷയത്തിൽ ശാശ്വത പരിഹാരം കിട്ടിയേ മതിയാവും. ഒന്നെങ്കിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ നിയമവിരുദ്ധമായിട്ട് കൃഷി ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണെങ്കിൽ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഭൂമി ഫോറസ്റ്റ് തിരിച്ചെടുക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പൈനാപ്പിൾ കൃഷി അവിടെ നിർത്തിവെക്കുക. ആന ഇറങ്ങുന്നതും തടയാൻ ശാശ്വത പരിഹാരം കാണുക. ഇത് തന്നെയാണ്, ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് DFOനെ കാണാൻ ഇവിടെ നിന്ന് ചാലക്കുടി അല്ല, വാഴച്ചാൽ DFOനെ കാണാൻ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു.